കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ നട തുറന്നോട്ടോ. പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഏ കാല് പിണച്ചു വെച്ച് പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. കസവന്റെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പളസാറ് പോലെ അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ടുമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോടുകൂടി പൊന്നോടക്കോഴി വിളിച്ചുകൊണ്ടാണ് നിൽക്കണത്. പൊന്നോടക്കോഴി വിളിച്ചുകൊണ്ട് നിൽക്കണ കാണാൻ നല്ല കൗതുകം കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, എന്നിട്ട് ഇവൻ്റെ സ്വർണ്ണഗോപി ചുണ്ടോട് അടുപ്പിച്ച് പൊന്നോട് കുഴൽ വിളിച്ചുകൊണ്ട് നിൽക്കണ നമ്മുടെ കൃഷ്ണൻ നല്ല കൗതുകത്തിലാണ് നിൽക്കണം. ഈ കൃഷ്ണൻ്റെ അടുത്തത് ആ രാധാദേവി ഉണ്ട് കൂടെ. ചുവന്ന പട്ട ഞൊറിഞ്ഞെടുത്ത് ചുവന്ന പട്ട് ജാക്കറ്റ് കെട്ട്, ചുവന്ന പട്ടുകൊണ്ട് തന്നെ തലയിൽ കൂടെ കെട്ട് നല്ല ഭംഗിയായിട്ട് കൃഷ്ണനോട് ചേർന്നിട്ട് ആ രാധാദേവി നിൽക്കണം. പ്രേമത്തോടു കൂടി രാധാദേവി കൃഷ്ണനോട് ചേർന്ന് നിൽക്കുകയാണ്. രാധേശ്യാം നല്ല ഭംഗിയായിട്ട് കണ്ണൻ്റെ ചുമലിനോട് ചേർന്ന് നിൽക്കുന്ന രാധാദേവി കയ്യിലൊരു താമരപ്പൂവും പിടിച്ചുകൊണ്ട് നല്ല കൗതുകമുണ്ട് രാധാദേവിനെയും കണ്ണനെയും കാണാൻ. രാധാദേവി കൈവളകളും തോൾവളകളും നെറ്റിയിൽ പൊട്ടും ചെവി കാതിൽ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം കൗതുകമുണ്ട് കാണാൻ. പൊന്നുണ്ണി കണ്ണൻ ഒരു പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിന് നമ്മൾ തെച്ചിയും തുളസിയായിട്ട് ഒരു തിരുമുടി മാല, പിന്നെ താമര തുളസിയായിട്ട് തിരുമുടി മാല, പിന്നെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്തപ്പൂവ്, താമര ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിയിരിക്കുന്നത്. ഈ ഒരു ഉണ്ടമാലയുടെ ഉണ്ട്, തിരുമുടിമാലയുടെ ഒക്കെ നടുവിൽ പൊന്നുണ്ണി കണ്ണൻ, പൊന്നു ഗുരുവായൂരപ്പൻ കൃഷ്ണൻ രാധാദേവിയോട് ചേർന്നിട്ടാണ് നിൽക്കണത്. രാധേ രാധേ അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് നല്ല കൗതുകമുണ്ട് കാണാൻ. അതുപോലെ പൊന്നുകിരീടത്തിൻ്റെ മുകളിലതാ തിരുമുടിമാലകളുടെ മുകളിലതാ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരപ്പൂ മാത്രമായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ തെച്ചിയും തുളസിയായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് ഒരു ഉണ്ടമാല, അങ്ങനെ 4-5 ഉണ്ടമാലകൾ. കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ട് മാത്രമായിട്ട് 2-3 ഉണ്ടമാലകൾ, അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കൗതുക കാണാൻ, പൊന്നു ഗുരുവായൂരപ്പനെ കാണാൻ കേട്ടോ. അങ്ങനെ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ രാധാകൃഷ്ണന്മാർ ഒരുമിച്ച് നിൽക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ രാധാദേവിയോട് ചേർന്ന് നിൽക്കണ കൃഷ്ണനും രാധയും കൂടെയൊക്കെ നിൽക്കണ കാണാൻ നല്ല കൗതുകമുണ്ട്, നല്ല സന്തോഷവും നല്ല ഭംഗിയായിട്ടുള്ള കളഭാലങ്കാരട്ടോ. ആ പൊന്നുണ്ണി കണ്ണടുത്ത് തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക. രാധയോട് ചേർന്ന് നിൽക്കണ പൊന്നുണ്ണി കണ്ണൻ രാധേ രാധേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് നല്ല കൗതുകമുണ്ട് കാണാൻ. രാധാദേവിയോട് കൂടി ചേർന്ന് നിൽക്കണ കാണാൻ നല്ല കൗതുകമുണ്ട്. ഉറക്ക നാമം ജപിക്കാം. പൊന്നുണ്ണിക്കണ്ണൻ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീരംഗത്ത് നിൽക്കണത്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നമുക്ക് ഉറക്ക നാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.